Hi friends, we are going to quickly revise tonnage taxation. 2-mark MCQ question or sub-question can be expected from this area. Try to note down the points explained here. It helps you to memorize. Okay, നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. Tonnage taxation. ഇന്ത്യൻ ഷിപ്പിംഗ് കമ്പനിക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസ് ആണ് ചാപ്റ്റർ 12G ടണേജ് ടാക്സേഷനിൽ കവർ ചെയ്തിരിക്കുന്നത്. സിംപ്ലി വി ക്യാൻ സേ ക്വാളിഫയിങ് കമ്പനി ഹാവിംഗ് ക്വാളിഫയിങ് ഷിപ്പ് എലിജിബിൾ ടു ഓപ്റ്റ് ടണേജ് ടാക്സേഷൻ സ്കീം. നമുക്കിവിടെ കാണാം, ഇഫ് ഇന്ത്യൻ കമ്പനി ഹാസ് പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ എൻഗേജ്ഡ് ഇൻ ബിസിനസ് ഓഫ് ഓപ്പറേറ്റിംഗ് ഷിപ്സ് can compute its income on the basis of tonnage tax scheme if company owning at least one qualifying ship. അതായത് ടണേജ് ടാക്സേഷൻ ഓപ്റ്റ് ചെയ്യണമെങ്കിൽ ഷിപ്പിംഗ് കമ്പനി ഒരു ക്വാളിഫയിങ് കമ്പനി ആയിരിക്കണം. 4 കണ്ടീഷൻ ടു ബി സാറ്റിസ്ഫൈഡ് ഇൻ ഓർഡർ ടു ബി എ ക്വാളിഫയിങ് കമ്പനി. ഫസ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ബി എ ഇന്ത്യൻ കമ്പനി ആൻഡ് ഇറ്റ്സ് POEM must be in India. POEM means place of effective management. And third condition is it should engage in business of operating ship. Fourth and most important condition is that it should own at least one qualifying ship. We can see the meaning of qualifying ship later. And one thing we should understand is that this scheme is optional. That means shipping company can either choose normal provision section 28 to 43C or they can choose tonnage taxation scheme under chapter 12G. Okay, tonnage means nothing but cargo carrying capacity. Okay, under this scheme the income is calculated based on tonnage. Maintenance of books of accounts and auditing is mandatory if we choose this option, and we have to submit form number 65 to JCIT, Jurisdiction Commission of Income Tax, and the option will be valid for 10 years. If the chain box option cannot be exercised for next 10 years, അതായത് നമുക്ക് വാലിഡ് ആയിട്ടുള്ള 10 ഇയേഴ്സിനുള്ളിൽ ഏതെങ്കിലും ഒരു വർഷം നമ്മളെ ഷിപ്പ് അൺക്വാളിഫൈഡ് ഷിപ്പ് ആവുകയോ അല്ലെങ്കിൽ നമ്മുടെ പോയം ഔട്ട്സൈഡ് ഇന്ത്യ ആവുകയോ ചെയ്യുകയാണെങ്കിൽ വയലേഷൻ വരുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് 10 ഇയേഴ്സിലോട്ട് ഈ ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റില്ല. ഓപ്ഷൻ ക്യാൻ ബി റിന്യൂഡ് അറ്റ്ലീസ്റ്റ് 1 ഇയർ ബിഫോർ എക്സ്പയറിങ്. 10 ഇയേഴ്സ് എക്സ്പയർ ചെയ്യുന്നതിന് മുന്നേ 1 ഇയറിന് മുന്നേ നമുക്ക് റിന്യൂ ചെയ്യാം. Application can be made within 3 months of incorporation or 3 months of become eligible company. നമ്മുടെ കമ്പനി ഇൻകോപ്പറേറ്റ് ചെയ്ത് 3 മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ നമ്മൾ എലിജിബിൾ കമ്പനി ആയതിനു ശേഷം 3 മാസത്തിനുള്ളിലോ നമ്മൾ ഫോം നമ്പർ 65 JCITക്ക് സബ്മിറ്റ് ചെയ്യണം, ഈ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. Benefit of this scheme is available to amalgamated company also, provided it is also a qualifying company and apply within 3 months to JCIT. അതായത് അമാൽഗമേറ്റഡ് കമ്പനിക്കും ഈ സ്കീമിൻ്റെ ബെനിഫിറ്റ്സ് അവൈലബിൾ ആണ്. അത് ക്വാളിഫയിങ് കമ്പനി ആണെങ്കിൽ, ക്വാളിഫയിങ് കമ്പനി ആവണമെങ്കിൽ അത് ഇന്ത്യൻ കമ്പനി ആയിരിക്കണം, പോയം ഇന്ത്യയിലായിരിക്കണം, എൻഗേജ്ഡ് ഇൻ ബിസിനസ് ഓഫ് ഷിപ്പ് ഓപ്പറേറ്റിംഗ് ഷിപ്പ് ആയിരിക്കണം, ആൻഡ് ക്വാളിഫയിങ് ഷിപ്പ് അതിനുണ്ടായിരിക്കണം. ആൻഡ് അത് 3 മാസത്തിനുള്ളിൽ അമാൽഗമേഷൻ നടന്ന് 3 മാസത്തിനുള്ളിൽ JCITക്ക് ഫോം നമ്പർ 65 കൊടുത്തിട്ടും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ സ്കീമിൻ്റെ ബെനിഫിറ്റ്സ് ഷാൽ കണ്ടിന്യൂ ടു അൺഎക്സ്പയർഡ് പീരിയഡ്. Qualifying ship means seagoing ship or vessel of 15 net tonnage or more, but excludes 7 kind of ships. First one, a seagoing ship or vessel if the main purpose for which it is used is for the provision of goods or service of a kind normally provided on land. Then factory ships, fishing vessels, harbour and river ferries and pleasure craft, offshore installation, and qualifying ship which is used as a fishing vessel for a period of more than 30 days. ഇവിടെ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് തോന്നുന്നില്ല. ജസ്റ്റ് സീഗോയിങ് ഷിപ്പ് ആൻഡ് വെസൽ ഓഫ് 15 നെറ്റ് ടണേജ് ഓർ മോർ ആണ് ക്വാളിഫയിങ് ഷിപ്പ് എന്ന് ഓർക്കുക. എക്സ്ക്ലൂഡഡ് 7 കാറ്റഗറി ഒന്ന് ഓർത്ത് വെക്കുക. ടണേജ് ടാക്സേഷൻ സ്കീം പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ടണേജ് ഇൻകം ആണ്. ഇൻകം പെർ ഷിപ്പ് ഈക്വൽ ടു ഡെയിലി ടണേജ് ഇൻകം മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് ദ ഷിപ്പ് ഈസ് ഓപ്പറേറ്റഡ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ഡെയിലി ടണേജ് ഇൻകം എന്ന് പറയുന്നത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അതായത് ക്വാളിഫയിങ് ഷിപ്പിൻ്റെ നെറ്റ് ടണേജ് ബേസ് ചെയ്തിട്ടാണ് ഡെയിലി ടണേജ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടണേജ് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ടണേജ് മീൻസ് കാർഗോ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് എ വെസൽ. ഓക്കെ, നെറ്റ് ടണേജ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അപ് ടു 1000 ആണ് നെറ്റ് ടണേജ് എങ്കിൽ ഡെയിലി ടണേജ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓരോ 100 ടൺസിനും 70 റുപ്പീസ് വെച്ച് ആണ്. ഇനി നെറ്റ് ടണേജ് ഇൻകം മോർ ദാൻ 1000 അപ് ടു 10,000 ആണെങ്കിൽ ആദ്യത്തെ 1000-ന് 70 റുപ്പീസ് വെച്ച് ഓരോ 100 ടൺസിന്, അതായത് 700 പ്ലസ് 53 ഫോർ നെക്സ്റ്റ് ഈച്ച് 100 ടൺസ്. ഓക്കെ,
ഇനി നെറ്റ് ടണേജിൻ്റെ റേഞ്ച് മോർ ദാൻ 10,000 അപ് ടു 25,000 ആണെങ്കിൽ അപ് ടു 10,000 വരെ ഉള്ളതിന് നമുക്ക് 5,470 കിട്ടും. അതായത് ആദ്യത്തെ 1,000 നെറ്റ് ടണേജിന് ഓരോ 100 ടൺസിനും 70 റുപ്പീസ് വെച്ചും അതിനുശേഷം 10,000 വരെയുള്ള 9,000, അതായത് 1,000 ശേഷം 10,000 എത്തുന്ന 9,000 ടൺസിന് ഓരോ 100 ടൺസിന് 53 വെച്ചിട്ടും അത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 5,470 കിട്ടും. ഓക്കെ, പ്ലസ് 42 നെക്സ്റ്റ് ഈച്ച് 100 ടൺസ് 25,000 വരെ. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞ റേഞ്ച് മോർ ദാൻ 10,000 അപ് ടു 25,000 നെറ്റ് ടണേജ് ആണെങ്കിൽ 5,470 പ്ലസ് 42 നെക്സ്റ്റ് ഈച്ച് 100 ടൺസ്. ഓക്കെ, മോർ ദാൻ 25,000 ആണ് നെറ്റ് ടണേജ് എങ്കിൽ 11,770 പ്ലസ് 29 നെക്സ്റ്റ് ഈച്ച് 100 ടൺസ് ഓവർ ദി 25,000. ഓക്കെ, ഇത് നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കാം, അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ ഇന്ത്യൻ ഷിപ്പിംഗ് കമ്പനി ഹാവിംഗ് 2 qualifying ships ഈച്ച് ഓപ്പറേറ്റഡ് ഡ്യൂറിംഗ് ദ ഇയർ ഫോർ 240 days ആൻഡ് ഈച്ച് ഹാവിംഗ് നെറ്റ് ടണേജ് ഓഫ് 50,000. കാൽക്കുലേറ്റ് ടണേജ് ടാക്സ് ആസ് പെർ ചാപ്റ്റർ 12G. ആൻസർ ചെയ്യുമ്പം നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത് ഡെയിലി ടണേജ് ഇൻകം പെർ ഷിപ്പാണ്. നമ്മൾ സ്ലാബ് റേറ്റ് വെച്ച് വേണം ആദ്യം അത് കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് 11,770 പ്ലസ് 25,000 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 29, 19,028. ഈ 11,770 എങ്ങനെ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ലാബ് റേറ്റ് എടുക്കുക. ഫസ്റ്റ് സ്ലാബിൽ എന്താ പറയുന്നത്, അപ് ടു 1,000 ഓരോ 100 ടൺസിനും 70 റുപ്പീസ് വെച്ച്. അപ്പം 1,000 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 70 ചെയ്യുമ്പോൾ നമുക്ക് 700 കിട്ടും. പിന്നീട് നമുക്ക് 25,000 വരെയുള്ള സ്ലാബ് നോക്കുമ്പോൾ നെക്സ്റ്റ് സ്ലാബ് വരുന്നത് 1,000 ടു 10,000 ഇൻ ബിറ്റ്വീൻ വരുന്ന 9,000 ടൺസ് വരും. ആ 9,000 ടൺസിന് ഓരോ 100 ടൺസിനും 53 ആണ് നെക്സ്റ്റ് സ്ലാബ് വരുന്നത്. അപ്പോൾ 9,000 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 53 ചെയ്യുമ്പോൾ നമുക്ക് 4,770 കിട്ടും. ഓക്കെ, അടുത്ത തേർഡ് സ്ലാബ് വരുന്നത് 10,000 ടു 25,000 ഇൻ ബിറ്റ്വീൻ വരുന്ന 15,000 ഓരോ 100 ടൺസിന് 42 വെച്ചിട്ടാണ് ഡെയിലി ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ 50,000 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 42 ചെയ്യുമ്പോൾ 6,300 കിട്ടും. ആദ്യത്തെ 700 പ്ലസ് സെക്കൻഡ് 4,770 പ്ലസ് 6,300. അപ്പോൾ നമുക്ക് 11,770 കിട്ടും. ഇനി ലാസ്റ്റ് സ്ലാബിൽ പറയുന്നത് മോർ ദാൻ 25,000 ആണെങ്കിൽ ഓരോ 100 ടൺസിനും 29 റുപ്പീസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ നെറ്റ് ടണേജ് പറയുന്നത് 50,000 ആണ്. അപ്പോൾ 25,000 എബോ ആയിട്ട് എനിക്ക് ഒരു 25,000 ടൺസ് ആണ് ഇനിയുള്ളത്. അപ്പോൾ 25,000 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 29 ചെയ്യുമ്പോൾ നമുക്ക് 7,250 കിട്ടും. അതായത് 11,770 പ്ലസ് 7,250 ചെയ്യുമ്പം നിങ്ങൾക്ക് 19,020 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഡെയിലി ടണേജ് ഇൻകം കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് ഓപ്പറേഷൻ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ 2 ക്വാളിഫൈങ് ഷിപ്പ് ഉള്ളതിനോണ്ട് പെർ ഷിപ്പാണ് നമ്മൾ ഫോർമുല നേരത്തെ പറഞ്ഞത്. അപ്പം ടാക്സബിൾ ടോട്ടൽ ടണേജ് ഇൻകം എടുക്കുമ്പം 19,020 ഇൻറ്റു 240 ഡേയ്സ് ഇൻറ്റു 2 ഷിപ്സ് ചെയ്യുമ്പോൾ നമുക്ക് 91,29,600 കിട്ടും. ടാക്സ് അണ്ടർ ടണേജ് സ്കീം എന്ന് പറയുമ്പം ഇവിടെ ടാക്സ് റേറ്റ് വരുന്നത് ടണേജ് ടാക്സ് സ്കീമിൽ ടാക്സ് റേറ്റ് വരുന്നത് 30% പ്ലസ് സർചാർജ് അപ്ലിക്കബിൾ ആയിട്ടുള്ള സർചാർജ്. അതായത് 1 crore ഇന്ത്യൻ ഷിപ്പിംഗ് കമ്പനിക്കാണ് ഈ സ്കീം എലിജിബിൾ ആയിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതായത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കമ്പനീൻ്റെ സർചാർജ് വരുന്നത് 1 crore എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 7%, 10 crore എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 12% ആണ്. നമുക്കിവിടെ എക്സാമ്പിൾ 91,29,600 ആണ് ടണേജ് ഇൻകം കിട്ടുന്നത്. സോ 1 crore എക്സീഡ് ചെയ്തിട്ടില്ല. സോ സർചാർജ് ആപ്ലിക്കബിൾ അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ആൻസർ വരുന്നത് 28,48,440 ആണ്. ടണേജ് ടാക്സേഷൻ സ്കീം റിലേറ്റഡ് സ്പെഷ്യൽ പോയിൻറ്റ്സ് ആണ് ഇനി പറയുന്നത്. അതായത് ടണേജ് ഷാൽ ബി റൗണ്ടഡ് ഓഫ് ടു നിയറസ്റ്റ് മൾട്ടിപ്പിൾസ് ഓഫ് 100 ടൺസ്. ഫോർ എക്സാമ്പിൾ നമ്മൾ എക്സാമിന് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നെറ്റ് ടണേജ് 849 ആണ് തന്നതെങ്കിൽ നമ്മൾ 800 ആയിട്ടും 869 ആണ് തന്നതെങ്കിൽ 900 ആയിട്ടുമാണ് എടുക്കുക. ബിക്കോസ് ബിലോ 50 എബോവ് 50 നമ്മൾ നിയറസ്റ്റ് 100 മൾട്ടിപ്പിൾസിലോട്ട് റൗണ്ട് ഓഫ് ചെയ്യും. ഡിഡക്ഷൻസ് സെറ്റ് ഓഫ് എനി ലോസ് ഷാൽ നോട്ട് ബി അലൗഡ് എഗൻസ്റ്റ് ടണേജ് ഇൻകം. അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടണേജ് ഇൻകമായിട്ട് വേറെ ഏതെങ്കിലും ഹെഡിലുള്ള ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനോ ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് അവെയിൽ ചെയ്യാനോ സാധിക്കില്ല. ഇറ്റ്സ് നോട്ട് അലൗഡ് ടു ടണേജ് ഇൻകം. ഓക്കെ, ടണേജ് ടാക്സ് ഇൻകം ഷാൽ നോട്ട് ലയബിൾ ടു MAT provisions. Tonnage income shall be liable for tax at 30% plus surcharge plus 4% cess. Surcharge if any applicable. Okay. Reserve maintenance. Not less than 20% of book profit they have to maintain as reserve. Reserve shall be used for acquisition of new ship. If there is loss, then the reserve shall be carried forward to next year.
Then the second year also, if there is no profit, then the company shall not remain as qualifying company. Then they have to compute the PGBP income as per normal provision. ഓക്കെ, ഇത്രയാണ് നമ്മൾ ടണേജ് ടാക്സേഷൻ സ്കീമിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. വീഡിയോസ് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മലയാളികളായ CA ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.